പെരിന്തൽമണ്ണ സെൻട്രൽ GM LP സ്കൂളിൽ നടന്ന ഉപജില്ലാതല പ്രവേശനോത്സവം അക്ഷരാർത്ഥത്തിൽ നിയോജകമണ്ഡലം തല പ്രവേശനോത്സവമായി മാറുകയായിരുന്നു. പ്രവേശനോത്സവത്തിന്റെ ഉദ്ഘാടനത്തിനെത്തിയ നജീബ് കാന്തപുരത്തെ കുട്ടികളും അധ്യാപകരും രക്ഷിതാക്കളും ചേർന്ന് ഊഷ്മളമായാണ് സ്വീകരിച്ചത്. കൊച്ചുകുട്ടികളെ പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് ജീവിതത്തിൽ മറക്കാനാവാത്തൊരു കാലഘട്ടമാണ് അധ്യയനകാലമെന്ന് നജീബ് കാന്തപുരം MLA ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. സ്കൂളിന് സ്വന്തമായി കളിസ്ഥലമില്ലാത്തതിനാൽ ഹൈസ്കൂൾ ഗ്രൗണ്ടിലേക്ക് നടപ്പാല നിർമ്മിച്ചു നൽകാൻ നടപടി സ്വീകരിക്കുമെന്ന് നജീബ് കാന്തപുരം MLA ഉറപ്പു നൽകി. നിങ്ങളാണ് ഏറ്റവും വലിയ ഭാഗ്യവതികൾ എന്നുള്ളത്. കാരണം ഈ LP സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് നമ്മളെ ടീച്ചർമാരെ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും വിട്ടുപോകില്ല, അല്ലേ? നമ്മൾ എത്ര മുതിർന്നാലും നമ്മളുടെ മനസ്സിൽ ആ ടീച്ചർമാരുണ്ടാവും. ഇന്നലെ എന്നെ LP സ്കൂളിൽ പഠിച്ച ടീച്ചർ പാലക്കാട്ടേക്ക് പോകുന്ന വഴി ഇതുവഴി പോയി. അപ്പോൾ പെരിന്തൽമണ്ണ എന്ന് പറഞ്ഞ ബോർഡ് കണ്ടപ്പോൾ അവർ എന്നെ ആദ്യം വിളിച്ചത്. അപ്പോൾ എന്നോട് പറഞ്ഞു, മോനെ ഞാനിതാ നിന്റെ മണ്ഡലത്തിലൂടെ പോവാണെന്ന് പറഞ്ഞു, എൻ്റെ നാട്ടിലൂടെ പോവാണെന്ന് പറഞ്ഞു. ടീച്ചർ പാസ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഫോണിൽ ഞങ്ങൾ കണക്ട് ആയത്. അപ്പോൾ ഞാൻ പറയാണ്, എത്ര കാലം കഴിഞ്ഞാലും ആ ടീച്ചർമാർക്ക് നിങ്ങൾ വളരാതെ ഈ കുട്ടികൾ നിങ്ങളുടെ ഹൃദയത്തിലുണ്ടാവും. അതാണ് എൻ്റെ ഒരു പ്രത്യേകത. ഏതായാലും സെൻട്രൽ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഈ സബ് ജില്ലയിലെ മാത്രമല്ല ഈ നിയോജകമണ്ഡലത്തിലെ തന്നെ ഉദ്ഘാടനമാണ് ഇവിടെ വെച്ച് നടക്കുന്നത്. നമ്മളത് നടത്താൻ തീരുമാനിക്കുന്നതിൻ്റെ കാര്യവും ഈ സ്കൂളിൻ്റെ മികവുറ്റ പ്രകടനമാണ്. എല്ലാ സ്കൂളുകളിലും ഡിവിഷൻ ഫാൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ, എല്ലാ സ്കൂളുകളിലും 1-ാം ക്ലാസ്സിലെ കുട്ടികൾ കുറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു സ്കൂൾ 20 കുട്ടികളെ കൂടി അധികം ചേർത്തുകൊണ്ട് വളർന്നിരിക്കുന്നു എന്നുള്ളത് നിങ്ങളുടെ വലിയ വിജയമായി ഞാൻ കാണുകയാണ്. ഇതിന് രക്ഷിതാക്കളുടെ പിന്തുണ, ഈ സ്കൂളിലുള്ള വിശ്വാസം, അതാണ് ഈ സ്കൂളിലുള്ള ജനങ്ങളുടെ വിശ്വാസമാണ്. അതെന്നും നമുക്ക് നിലനിർത്തണം. നിങ്ങൾക്ക് കമ്പ്യൂട്ടർ ചോദിച്ചു, കമ്പ്യൂട്ടർ ഇതാ ഈ ഭരണസമിതി തന്നെ ഏൽക്കും എന്നാണ് എൻ്റെ പ്രത്യാശ, അല്ലേ? കൊടുക്കൂല നിങ്ങളൊരു 5 കമ്പ്യൂട്ടർ? അത് തീർച്ചയായിട്ടും നമ്മളെ ഭരണസമിതി തന്നെ തരും. പിന്നെ ഞാൻ നേരത്തെ തന്നൊരു വാക്കാണ്, നമുക്ക് ആ പാലം നിർമ്മിക്കണം എന്നുള്ളത്. അത് ഞാനും നിർമ്മിച്ചു തരും. അത് നമുക്ക് ഇന്നത്തെ നമ്മളുടെ പ്രവേശനോത്സവം ധന്യമാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ എല്ലാ അനുവാദത്തോടെ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നു. നന്ദി, നമസ്കാരം. സ്കൂളിലേക്ക് നഗരസഭ ഭരണസമിതി കമ്പ്യൂട്ടറുകൾ വാങ്ങി നൽകണമെന്നും MLA നിർദ്ദേശിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ പച്ചേരി സുരയ്യ ഫാറൂഖ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർപേഴ്സൺ MB ഫസൽ മുഹമ്മദ് മുഖ്യപ്രഭാഷണം നടത്തി. അനിൽ രാജ് മാസ്റ്റർ, പെരിന്തൽമണ്ണ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ KT കുഞ്ഞിമൊയ്തു, മലപ്പുറം ഡയറ്റ് ഫാക്കൽറ്റി റമീസ്, പെരിന്തൽമണ്ണ മുനിസിപ്പൽ സെക്രട്ടറി ലാൽകുമാർ, സ്ഥിരം സമിതി അധ്യക്ഷരായ നാലകത്ത് ബഷീർ, തോട്ടശ്ശേരി ഖദീജ, PTA പ്രസിഡന്റ് അനൂപ്, SMC ചെയർമാൻ തെക്കത്ത് ഉസ്മാൻ, MTA പ്രസിഡന്റ് ഉഷ, വൈസ് പ്രസിഡന്റ് മുബാറക്, മുൻ ഹെഡ്മിസ്ട്രസ് ശ്രീദേവി ടീച്ചർ, എക്സിക്യൂട്ടീവ് അംഗം പ്രവീൺ, ഫൈസൽ, സ്റ്റാഫ് സെക്രട്ടറി പ്രമീള ടീച്ചർ തുടങ്ങിയവർ പ്രവേശനോത്സവത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. വിവിധ പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ കുട്ടികൾക്ക് MLA ഉപഹാരം സമ്മാനിച്ച് ആദരിച്ചു. മുൻ ഹെഡ്മിസ്ട്രസ് ശ്രീദേവി ടീച്ചർ LKG UKG കുട്ടികൾക്ക് കിറ്റുകൾ വിതരണം ചെയ്തു. രക്ഷിതാക്കളും കുട്ടികളുമടക്കം നിരവധി പേരാണ് പ്രവേശനോത്സവത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയത്. ഉദ്ഘാടനത്തിന് മുന്നോടിയായി കുട്ടികൾ നടത്തിയ വെൽക്കം ഡാൻസ് കാണികൾക്ക് ദൃശ്യവിരുന്നായിരുന്നു. വൺ ന്യൂസ്, പെരിന്തൽമണ്ണ. The pleasure of personal banking. മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്.